എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിക്സറാണ്, ബോംബെ മിക്സർ. അപ്പോൾ ഇതിലധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ്. 3 കപ്പ് 250 ml കപ്പിൽ 3 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടി. പിന്നെ ഈ ചേർത്തത് സോൾട്ടാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് സോൾട്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് തന്നെ ചേർക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതാ ചൂടുവെള്ളമല്ല കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതാ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഹോൾസുള്ള അച്ചെടുക്കണം. എന്നിട്ട് ഇതാ നമ്മൾ കുറച്ച് എടുത്ത മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന മാവ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. കവർ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാനൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ചെടുത്ത് നല്ല തിളച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇട്ട വശം തന്നെ നമുക്ക് തിരിച്ചിടാറാവും കേട്ടോ. അത്രയ്ക്കും പെട്ടെന്നാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ബോംബെ മിക്സർ. അപ്പോൾ അതാ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ നല്ലപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. അതാ ഇനിയിപ്പോൾ ഇതെടുക്കാറായി. നമുക്കിത് സ്റ്റെയിനറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ അടുത്ത മാവ് പിഴിഞ്ഞൊഴിക്കുന്നതിന് മുമ്പ് നമ്മളിതാ ബാക്കി വന്ന ഇതിൻ്റെ കുറച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ചൂടാകും തോറും അതും കൂടി കരിയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ മിക്സർ പിഴിയുന്ന ഇതിലേക്ക് കയറി പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തത് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ പാനിലേക്ക് കുറച്ച് കറിവേപ്പില, അത് നന്നായിട്ട് കഴുകിയിട്ട് കിച്ചൺ ടവൽ വെച്ചൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് മസൂർ ദാലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു കിച്ചൺ ടവൽ വെച്ച് തുടച്ചിട്ടാണ് ഇത് വറുത്ത് കോരേണ്ടത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ഇതുപോലെ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് തുടച്ചിട്ട് നമുക്ക് വറുത്ത് കോരാം. അതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ മിക്സർ എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും അതെല്ലാം ഒന്ന് പൊടിഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ബൂന്തി റെഡിയാക്കിയിട്ടുണ്ട്. ബൂന്തി എല്ലാവർക്കും റെഡിയാക്കാൻ അറിയാമെന്നറിയാം, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. കടലപ്പൊടിയിൽ കുറച്ച് സോൾട്ടും വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കളറോട് ചേർത്തിട്ടുണ്ട്, അതാണ് ഈ ഓറഞ്ച് കളറ്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സറിൽ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ്, കാണാനും ഭംഗിയാണ്. പിന്നെ ഇതിലേക്ക് ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം. ഇതാണ് ഈ മിക്സറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഈ ബൂന്തിയും ചെറുപയറും എല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു മാസത്തോളം, ഒരു മാസം 2 മാസത്തോളം ഇരിക്കും കേട്ടോ ഈ ഒരു മിക്സർ. മുട്ട മിക്സർ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.